സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം കൊടുത്തല്ലോ. അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ? 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരിക? സ്കൂളിൽ പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം. ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്. അതുകൊണ്ട് തന്നെയാ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും. ഒരു വീടെങ്ങനെ നടന്നു പോണെന്ന് ഉണ്ണിയേട്ടന് വല്ല ബോധ്യമുണ്ടോ? സാധനങ്ങളുടെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് 3 ആളുടെ ഓരോരോ ചെലവുകള്, ഇതെല്ലാം ആവാം. അതൊന്നും കൂടാതെ ഉണ്ണിയേട്ടന്റെ കൂട്ടുകാര് വരുത്തി വെക്കുന്ന ബാധ്യതകൾ, അതും കൂടെ ഞാൻ അഫോർഡ് ചെയ്യണോ? ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തുടർന്നു പോയാ ഉണ്ണിയേട്ടന് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടന് സ്വപ്നങ്ങൾ മാത്രമാവില്ല, കുടുംബവും നഷ്ടപ്പെടും. നമ്മളൊക്കെ സ്വപ്നജീവികളാ. ജീവിക്കാൻ അറിയാത്ത, കുടുംബം എന്താണെന്നറിയാത്തവർ സ്വപ്നജീവികൾ. വർമാജിയുടെ ഒരു വിവരമില്ല. ആ ക്യാമറക്കാരെ ചെക്ക് കേസാക്കി. ഇനി കോടതി. എല്ലാം കൊണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രീനെ നശിപ്പിക്കും. ചിലപ്പോ എന്റെ വീടും. അവള് പറഞ്ഞ ശരിയാ, മാറി സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിനിമ എവിടെ എത്താത്ത നിലയ്ക്ക്, എത്താൻ സാധ്യതയില്ലാത്ത നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചു. ഒട്ടും സന്തോഷത്തോടെയല്ല, നിവൃത്തിയിടുകൊണ്ടാ. പോവാടെ എങ്ങോട്ടെങ്കിലും. ജമീൽ, ഉള്ളി ഉണ്ടോ എടുക്കാൻ? പരിപ്പ് അടുപ്പത്തിട്ട് നോക്കിയപ്പോഴാ ഉള്ളി ലെവലേശല്ലേ വീട്ടില്. മോളെ റസിയ, ടീച്ചർക്ക് ഇത്തിരി ഉള്ളി എടുത്തു കൊടുത്തേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ടീച്ചർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ ഹർത്താൽ വരണതേ ഒരു രസം തന്നെയാണല്ലേ? നല്ല രസം തന്നെയാ. ചെന്നില്ലെങ്കിലേ ലീവ് ഒന്ന് പോയി കിട്ടും. എന്നാ അങ്ങോട്ട് എത്താനുള്ള വഴി സർക്കാർ ഉണ്ടാക്കി തരുമോ? അതുമില്ല. അതുകൊണ്ട് ഇപ്പൊ സ്വന്തം ആവശ്യത്തിനൊക്കെ ലീവില്ലേ ബാവുക്ക? ഒക്കെ ഹർത്താലുണ്ടോയി. അല്ല ടീച്ചറെ, ഉണ്ണി ഗൾഫിൽ പോവാന്ന് കേട്ടല്ലോ. ആ, ഞാനും അത് ചോദിക്കണോന്ന് വിചാരിച്ചാണ്. ഗൾഫിലേക്കോ? എന്റെ ഭർത്താവ് ഉണ്ണിയുടെ കാര്യം തന്നെയല്ലേ പറയണത്. എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. സംഗതി എന്നോടും പറഞ്ഞു, ഞാനത് അപ്പോഴേ വിട്ടു. ഈ ഒറ്റപ്പാലോ സിനിമയൊക്കെ വിട്ട് ആളെങ്ങോട്ട് പോവാനാ? കരക്ക് വെച്ചിട്ട് മീന്റെ ഓലയോ ഓട്ടെ പരിപ്പ്. കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 7 ആർട്സിന്റെ പടം 17-ാം തീയതി തുടങ്ങിയ ഉണ്ണിയേട്ടൻ തന്നെ അസോസിയേറ്റ് വർക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർക്ക് ഒരേ നിർബന്ധം. ഈ പടം കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ പടം നമുക്ക് ആ പ്രൊഡ്യൂസറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. വേണ്ടതേ, ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞാലും ഒരു വിസ തോന്നുന്നുണ്ട്. ശനിയാഴ്ച ദുബായിക്ക് പോവാം. അപ്പൊ ശ്യാമ ടീച്ചറെ, ഹസ്ബൻഡിന് ഡോക്ടറേറ്റ് ഇടുന്ന ചെലവ് ഇതിലൊതുക്കാൻ പറ്റില്ല. പറഞ്ഞു നേരാട്ടോ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. വൈറ്റ് പാലസിൽ ഒരു ലഞ്ച് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടുക്കും മഞ്ജു. എന്താ മഞ്ജു ടീച്ചർ ആകെ മൂടിയായിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത്. എന്തേ ഇത്ര ഓർക്കാൻ? ഉണ്ണിയേട്ടൻ. ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് പോവാ. ഇതിനാണോ മഞ്ജു ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നല്ല കാര്യല്ലേ? പോട്ടെ, പോയി ജോലി ചെയ്യട്ടെ.
അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കാനാ? വൈകിയാണെങ്കിലും ഉണ്ണിക്ക് അങ്ങനെ തോന്നിച്ചത് വളരെ നല്ല കാര്യമാണ്. ഒരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, വേറെ ആൾ അതിന്റെ തണലിൽ സുഖിച്ചു നടക്കുക. ഇതൊക്കെ എത്ര കാലം പറ്റും? ശരിയല്ലേ മഞ്ജു? സിനിമ എന്ന് പറഞ്ഞ് തേരാ പാര നടന്ന് എത്ര കാലം കഴിച്ചു? സിനിമയിലൊന്നും അയാൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുമല്ല, സഹായിക്കാൻ വന്ന ഒരു പാവം നിർമ്മാതാവിനെ തല്ലിച്ചയച്ച ആളല്ലേ? കുടുംബം നോക്കാത്തൊരു താന്തോന്നി പാവ നിർമ്മാതാവിനെ തല്ലിച്ചതച്ച് നന്ദി കെട്ടവൻ. മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടില്ല. ചേട്ടന്റെ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ നോക്ക്. നിങ്ങളോടല്ലേ പറഞ്ഞ മാറിക്കാൻ. കാലത്തന്നെ ഓരോരുത്തർ വലിഞ്ഞേറി വന്നോളൂ. ഇവിടെ ടോക്കൺ ഉള്ളവർക്ക് തന്നെ തികയണില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്താ പ്രശ്നം? ടോക്കൺ ഇല്ല ഉണ്ണിയേട്ടാ, ആരുടെക്ക് കൂടെ വന്നിട്ടുള്ളതാ. ഇന്നാണെങ്കിൽ കണക്കിന് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫുഡ് ഇത്തിരി ഷോർട്ടാ. മോളുടെ കൂടെ വന്നതാ. ചേട്ടാ വാ വാ. ആ. അവിടെ കൊടുക്ക. രാവിലെ ഒന്നും കിട്ടിയില്ല. മോളോട് ഞാൻ കഴിച്ചു എന്നാ പറഞ്ഞേ. ഇല്ലെന്നറിഞ്ഞാ അവക്ക് വിഷമാവും. കഴിക്ക്. സാറേ, എന്റെ മോളാ. ഇരിക്ക്. എന്താ പേര്? മഞ്ജു. അഭിനയിച്ച് പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിൽ നിന്ന ദിവസം 150 രൂപ കിട്ടും. എനിക്ക് വയ്യ. കുട്ടിയുടെ അമ്മയാണെങ്കിൽ കിടപ്പില്ല. താഴെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. ഇങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ കഴിഞ്ഞു പോണത്. BA വരെ പഠിച്ച കുട്ടിയാ. കല്ലും മണ്ണും ചോക്കാൻ പറഞ്ഞു വയ്ക്കാൻ പറ്റുമോ? അടുത്ത് തന്നെ എന്റെ സിനിമയുണ്ടാവും. ഞാൻ സ്വതന്ത്ര സംവിധാനം എന്ന സിനിമ വരികയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വേഷം തരാം. ഇതിനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും. വലിയ ഉപകാരം മോനെ. ഞങ്ങൾ വരാം. ഗുഡ് മോർണിംഗ് സാർ. അവിടെ മാറ്റിയിട്ടേക്ക്. അതെ, നാളെ 8 മണിക്ക് നമ്മുടെ ഉണ്ണിയുടെ പടത്തിന്റെ സ്വിച്ച് ഓൺ. ആരാ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്നോ? അതെന്തു ചോദ്യാടോ? അത് നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ തന്നെയാ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാലോ. ഓ അതിനെന്താ സാറേ. ഓ നമസ്കാരമുണ്ട്. സാറിന്റെ എത്രാമത്തെ പടം ഇത്? പടം കൊറേ ആയി. ആരിതൊക്കെ എണ്ണുന്നു. നാളെ ആർട്ടിസ്റ്റ് ഉണ്ടാവും. അത് ഡയറക്ടറാണെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ടാവും. അവനോട് പോയി ചോദിക്കും. അപ്പൊ ലൊക്കേഷൻ? അത് കൺട്രോളർ എന്നും പറഞ്ഞ് 3-4 ഫോണുമായിട്ട് ഒരുത്തൻ താഴെ ഉണ്ടാവും. അവനോട് ചോദിക്കും. ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല. ആടോ. അയ്യടെ, പിന്നെ ഇയാൾക്ക് എന്ത് മാങ്ങാത്തൊലി അറിയാം? ഇതൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ എന്താന്ന് വെച്ച് ആലോചിച്ചിട്ട് ചെയ്യ്. ശരി. നോക്കി നോക്കി. അതെ ഉണ്ണിയാ. പതുക്കെ കയറണം. ഞാൻ റിസപ്ഷനിലുണ്ട്. ഒരു 10-15 ജൂനിയർ ആർട്ടിസ്റ്റ് മതിയോ? ദേ ഉണ്ണി സാർ. ലൊക്കേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഉണ്ണി സാറേ. ആയിക്കോട്ടെ. ശരി, ഞാൻ വിളിച്ചോളാം. എങ്ങനെ വന്നത്? 2:30 ട്രെയിൻ കിട്ടി. നിങ്ങൾക്ക് കൈരളി ഹോട്ടലിലെ റൂം പറഞ്ഞിരിക്കുന്നു. അവിടെ മാനേജർ സാറേ, ഈ കുട്ടിയോട് പ്രൊഡ്യൂസർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് റൂം വരെ പോയിട്ട് നടക്കാൻ. ചേട്ടൻ ഇരുന്നോളൂ, ഞാൻ കൂടെ പോയിട്ട്. സാറേ, ഉണ്ണി, ഏത് വേഷമായി കുട്ടി ചെയ്യണത്? ഗായത്രിയുടെ. ഓ, അച്യുതൻകുട്ടിയുടെ മോളുടെ. ഏത് അച്യുതൻകുട്ടി? അല്ല, രാമൻകുട്ടിയുടെ മോളുടെ. രാമൻകുട്ടി അച്യുതൻകുട്ടി ഒന്നുമല്ല സാറേ. കൃഷി ഓഫീസർ ഗായത്രിയുടെ റോള്. ഓ, അതെന്തെങ്കിലും ആവട്ടെ. ഉണ്ണി ചെല്ലേ. ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി സംസാരിക്കട്ടെ. ചെല്ലേ. അല്ല, അവര് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുക. നാളെ രാവിലെ വന്നിട്ട് കണ്ടോളൂ. എടോ, ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ ചെല്ലേ. ചെല്ലടോ.
കുട്ടി ഇരിക്കൂ പ്ലീസ്. ഇരിക്കുന്നേ പ്ലീസ്. പേടിക്കൊന്നും വേണ്ട. അയ്യോ എന്താ എന്തിനങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെയൊക്കെ എങ്ങനെ ഒരു നടിയാവാ? സാർ പ്ലീസ്, സാർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ലത്, പ്ലീസ്. ഉണ്ണി, താൻ പോയിട്ട് നാളത്തെ കാര്യങ്ങൾ നോക്ക്. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ പ്ലീസ്, ഈ കുട്ടി ഉപദ്രവിക്കരുത്. എടോ, ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. നീ പോയിട്ട് ഡയറക്ടറെ പണി നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്. സാർ, എനിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ കുട്ടി വന്നത്. എടോ ഉണ്ണി, തന്നോട് ഞാൻ വീണ്ടും പറയാ, നാളെ തന്റെ പടം തുടങ്ങാൻ പോവാ. തനിക്ക് ഡയറക്ടർ ആവണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോകും. സംവിധായകൻ എന്ന് പറയുന്ന ആളുടെ ജോലി സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ ചില സംവിധാനങ്ങൾ കൂടി ചെയ്ത് തരണം. എന്നാലേ ഒരു ഭാവി ഉണ്ടാവും. നിന്റെ പടവും വേണ്ട, മണ്ണാങ്കട്ട വേണം, പുല്ല്. ഉണ്ണിയേട്ടന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തൊരു ദിവസമായിരുന്നു അത്. അന്ന് അയാൾ എന്റെ കൈപിടിച്ച് നടന്നു കയറിയത് ഒരു പുതിയ ജീവിതത്തിലേക്കായിരുന്നു. സിനിമയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെറു സമ്പാദ്യം, തറവാട്ടിൽ നിന്നുള്ള സ്വന്തം ഭാഗം വിറ്റ പണം എല്ലാം എടുത്ത് അച്ഛൻ്റെ കടങ്ങൾ വീട്ടി എൻ്റെ അമ്മയുടെ ചികിത്സ നടത്തി. അനിയത്തി മാളുവിന്റെ വിവാഹം ഭംഗിയായി നടത്തിയതും ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു. പാതി വഴിയിൽ മുടങ്ങിപ്പോയ എൻ്റെ പഠനം വീണ്ടും തുടങ്ങാനും ഈ ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു കാരണം. എന്നെ നിർബന്ധിച്ച് എമ്മയ്ക്ക് ചേർത്തു. അന്നെൻ്റെ മാനം കാക്കാൻ ഉണ്ണിയേട്ടൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം സ്വപ്നങ്ങളായിരുന്നു. പിന്നീട് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചപ്പോൾ നഷ്ടപ്പെട്ട സ്വന്തം സമ്പത്തും. ഇന്ന് നിങ്ങളുടെ ഒപ്പം ഈ ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗത്തിലേക്ക് എന്നെ എത്തിച്ചത് ഉണ്ണിയേട്ടൻ്റെ കഠിനമായ പ്രയത്നങ്ങളാണ്. അതാ എൻ്റെ ഉണ്ണിയേട്ടൻ. ആ ഉണ്ണിയേട്ടനാ ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു പോകുന്നത്. എന്താ ഉണ്ണി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ? ആ, ഇതും കൂടെ അങ്ങോട്ട് വെച്ചു. ഇത്തിരി മീനച്ചാറാ, ജമീലാടെ സ്പെഷ്യല്. വെജാണോ നോൺ വെജാണോ? ചെമ്മീൻ. അപ്പൊ വെജാ. ടീച്ചറേ, ഓരോ സുലൈമാനി ഇങ്ങോട്ട് പോന്നോട്ടെ. കടിക്കാനും എന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മ വഴക്കു പറയണോണ്ടാ അച്ഛൻ പോണത്. വെയിറ്റ് കൂടോ? ഏയ്, ഒരാൾക്ക് 40 കിലോ വരെ കൊണ്ടുപോവാ. അതിന് ഉണ്ണിയേട്ടൻ തന്നെ 60 കിലോ. അത് ലഗേജ് അല്ലേ? ഉണ്ണിയേ, നീ ദുബായി ചെല്ലുമ്പോ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ബർഷാപ്പ് വരെ സമയം കിട്ടുമ്പോ ഒന്ന് പോണം. നമ്മുടെ ചങ്ങായിമാർ ആരെങ്കിലും അവിടെ കാണും. നമ്മുടെ മുബീന ഹോട്ടലിന് മുമ്പിൽ കൂടെ നേരെ ചെല്ലുമ്പോ കാണുന്ന ആദ്യത്തെ വളവ്, അതിന്റെ മുമ്പിലേ ഒരു ഈന്തപ്പനയുടെ ഷെഡും ഉണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പാ. 20 വർഷം മുമ്പ് ജോലി ചെയ്ത വർക്ക്ഷോപ്പ്. കൂട്ടുകാർ അവിടെ തന്നെ കാണും. ഷെഡ് എന്തായാലും അവിടെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഈന്തപ്പനയുടെ ആയതുകൊണ്ട്. അവിടെ നിന്ന് പോന്നപ്പോ ആ ഷെഡിന്റെ പുറത്ത് ഒരു ചുമന്ന തോർത്തിട്ടിട്ട് പോരായിരുന്നു. അതെന്തിനാണ്? അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? ചായ വന്ന്. അല്ലാ, പറയാൻ പറഞ്ഞു പഞ്ചസാര ഇടണ്ടെന്ന്. 1 മാസമായിട്ട് പഞ്ചസാര നിർത്തിയിരിക്ക. ഒരു മുൻകരുതല് വേണമെങ്കിൽ വേറെ എടുക്കാം. ഏയ്, ഇടയ്ക്കൊക്കെ ആവാന്ന്. ബാബുക്ക, മഞ്ജു മോനും ഇനി ഇവിടെ തനിച്ച. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ഉണ്ണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉണ്ണിയേട്ടാ, പോയപ്പോ നീ എന്നാ കാണുക? ലീവ് കിട്ടാന് 2 വർഷമില്ലാവൂലേ? പറ്റിയ ഞങ്ങളും വരാടാ അങ്ങോട്ട്. നീ ഇല്ല എന്ത് സിനിമ, എന്തൊറ്റപ്പാലം. ഷാജിയുടെ വണ്ടി പുലർച്ചെ 3 മണിക്ക് വരും.
ഞങ്ങള് വായനശാലയുടെ മുമ്പിൽ നിന്നാ പോരെ? ഓ മതി. ഈ പുസ്തകം കബീർ മാഷിന്റെ വായിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് മാഷിന്റെ കടയിലൊന്നും കൊടുത്തേക്ക്. ഇത് കണ്ണൂരിലെ രവി സാറ് വായിച്ചു നോക്കാൻ വേണ്ടി തന്ന സ്ക്രിപ്റ്റാ. വിവരം ഞാൻ ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച ആള് വരും. തിരിച്ചു കൊടുത്തേക്ക്. അപ്പോ മദ്രാസിലെ ചൂടത്ത് ഊട്ടിയിലെ തണുപ്പത്തൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി അല്ലേ? പോയാലും പിന്നെ ലീവിന് വന്നിട്ടൊക്കെ നോക്കാമല്ലോ. അല്ലെങ്കിൽ സിനിമ അതൊക്കെ ഒരുപാട് അകലത്തിലുള്ളൊരു സ്വപ്നം. നമുക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്തത്ര അകലെ. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സ്വപ്നം കാണുന്നതാ നമ്മുടെ കുഴപ്പം. എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ. മഞ്ജു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടങ്ങ് പോവാൻ നിൽക്കാം. ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടന്നത്. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചത്. നിങ്ങളുടെ വഴി സിനിമയല്ലേ, അത് കളഞ്ഞിട്ട് കണ്ടു വഴിക്ക് പോവാ. ഞാൻ കളിയാക്കിയതും ചീത്ത പറഞ്ഞതും ഒക്കെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ ഉണ്ണിയേട്ടൻ സിനിമ വിട്ടിട്ട് പോവാൻ വേണ്ടിട്ടല്ല. ഉണ്ണിയേട്ടൻ ഇടുന്ന് പോരുത്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനുണ്ട് ഉണ്ണിയേട്ട കൂടെ. എനിക്ക് വീടല്ല വേണ്ടത്, ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ല, സിനിമ. ഉണ്ണിയേട്ടന്റെ സിനിമ.